ഹലോ, ഇന്ന് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിൽക്ക് ടോസ്റ്റാണ്. അതൊരു കൈൻഡ് ഓഫ് ഡെസേർട്ടായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ മേക്കിങ്ങിലൊക്കെ എടുക്കാം. അതിനായിട്ട് 2 സ്ലൈസ് ഓഫ് ബ്രെഡ് എടുക്കുക, കുറച്ച് ബട്ടർ എടുക്കുക. എന്നിട്ട് ബട്ടർ അതിൻ്റെ 2 സൈഡിലായിട്ട് പുരട്ടി കൊടുക്കുക. 2 ബ്രെഡിൻ്റെയും 2 സൈഡിലും പുരട്ടിയ ശേഷം അത് കൂട്ടിച്ചേർത്ത് വെച്ച് അതിൻ്റെ 2 വശങ്ങളിലും വീണ്ടും പുരട്ടി കൊടുക്കുക. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബട്ടർ അമൂൽ ബ്രാൻഡിൻ്റെയാണ്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞ് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ക്രീമി ആയിട്ട് തന്നെ ബട്ടർ കിട്ടും. പിന്നെ ഒരു ഫോർക്കും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലോണം എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ അത് സ്പ്രെഡായി കിട്ടും. ഇനി നമുക്ക് കുറച്ച് ബട്ടർ എടുത്തിട്ട് പാൻ ചൂടാക്കി അതിലിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടർ മെൽട്ടായി വരുമ്പോൾ നമ്മൾ ബട്ടർ പുരട്ടി വെച്ച ബ്രെഡ് എടുത്തിട്ട് ഇതിലിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇരുവശങ്ങളും മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് അങ്ങോട്ട് ടോസ്റ്റ് ചെയ്ത് നല്ല ബ്രൗൺ കളറാവണം നമ്മുടെ ബ്രെഡ്. അതിനുശേഷം ഒരു ഗ്ലാസ് എടുത്ത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 കപ്പ് തിളപ്പിച്ചാറ്റിയ പാലും മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ടോസ്റ്റ് ചെയ്യാൻ വെച്ച ബ്രെഡ് ഇപ്പോൾ ബ്രൗൺ കളറായിട്ടുണ്ടാവും. അതിൻ്റെ മുകളിലോട്ട് പയ്യെ ഈ പാൽ ഒഴിച്ച് കൊടുക്കുക. ബ്രെഡ് ആ പാൽ മൊത്തം അബ്സോർബ് ചെയ്തെടുക്കണം. മൊത്തം പാലും ഒറ്റയടിക്ക് ഒഴിച്ച് കൊടുക്കാതെ ഇച്ചിരീശെ ടൈം എടുത്ത് അതിനെ കൊണ്ട് അബ്സോർബ് ചെയ്തെടുപ്പിക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ മുകളിൽ തന്നെ ഒഴിച്ച് കൊടുത്ത് അത് മൊത്തം അബ്സോർബ് ആവണമായിരുന്നു. നല്ല ക്രിസ്പായിട്ടുള്ള ബ്രെഡിൻ്റെ പുറത്തോട്ട് ഇത് ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് നല്ലോണം സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ബ്രെഡ് മൂവ് ചെയ്യാനൊന്നും ശ്രമിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. 1/2 ഗ്ലാസ് പാൽ മൊത്തം ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്ത് അത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഈ ബ്രെഡ് മറിച്ചിട്ട് കൊടുത്ത ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിക്കാനായിട്ട് സെർവ് ചെയ്യാം. നല്ലോണം ടോസ്റ്റ് ചെയ്ത ബ്രെഡിൻ്റെ മുകളിലേക്ക് ഈ പാൽ മൊത്തം അബ്സോർബ് ചെയ്ത് ഇച്ചിരി മധുരവും ആ ബട്ടറിൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ്. ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഡെസേർട്ട്സ് വളരെ ചുരുക്കമാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കിയവരുണ്ടെങ്കിലും അടിയിൽ കമൻറ്റ് ചെയ്യുന്നേ.